ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. പാവപ്പെട്ട ഒരു ധനസഹായ പരിപാടിയാണ്. എല്ലാവരും നല്ല കേടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പാവപ്പെട്ട നിർധരനായ ഒരു യുവാവിന് ഒരു വീട് വെച്ച് നൽകുക എന്നുള്ള ലക്ഷ്യം, നല്ല പ്രോത്സാഹനം, നല്ല സംഭാവന. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് വന്നത്തി കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് വന്നത്തി കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ഞാന് എന്റെ QR കോഡ് ബഹിരാകാശത്തേക്ക് നയിക്കുക. ഇന്ന് നടത്തിയ പരിപാടിയിൽ കുറച്ച് ഫണ്ട് വരാനുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഫണ്ട് കിട്ടിയോ തനിക്ക്? അത് ഫണ്ടേ കിട്ടിയല്ലോ. കിട്ടുമല്ലോ, കിട്ടുമല്ലോ. താൻ ആരാ? ഞാൻ ആരാണെന്ന് ഇവിടെ കൂടിയിരിക്കണം ജനങ്ങളോട് ചോദിച്ചു നോക്കണം. അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ സിംഗറാണ്. കണ്ടാലും പറയാ. നിങ്ങൾ എന്നാ അറിയാൻ ആരാന്ന് പറ. ചത്തിയറ മുരളി. ഇങ്ങനെ പാടി ആരെങ്കിലും ചെത്തി ഇറക്കണ കാര്യമാണോ പറഞ്ഞേ? ചത്തിയറ മുരളി എന്റെ പേരാണ്. സ്ഥലത്തിന്റെ പേരാണോ പറഞ്ഞേ? ചത്തിയറന്നാണോ സ്ഥലത്തിന്റെ പേര്? അയ്യോ, അത് ആദ്യമേ പറയണ്ടായിരുന്നു. സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പണ്ട് പോലെ പ്രൊഫഷണൽ സിംഗറാണ്. താൻ എന്തിനാ ഇവിടെ പരിപാടി നടത്തുന്നത്? എന്തിന്? ഒരു പാവപ്പെട്ട യുവാവിന് വീടില്ല, അപ്പൊ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ധനശേഖരണാർത്ഥം. പാവപ്പെട്ട യുവാവ് താനല്ലടോ ഇത്? അയ്യോ, ഞാനല്ലടോ ഇത്. താനല്ലടോ ഇത്? അത് ഞാനല്ലടോ ഇത്. അറിയത്തില്ല. വെപ്പമുടി വെച്ചോണ്ട് നടക്കോ ഇത്? താൻ തന്നെ. തനിക്ക് വീട് വെക്കാനാണോ താനീ കാണിക്കുന്നേ? പിന്നെ എനിക്ക് നിങ്ങൾ വീട് വെച്ച് തരുവോ? എന്റെ 10 പൈസ ഞാൻ ബാങ്കിൽ ചെന്ന് ലോൺ കിട്ടിയില്ല. അപ്പൊ ഒരു വീട് വെക്കാൻ വേണ്ടി ഞാൻ തന്നെ ഗാനമേള നടത്തുന്നു, അത്രേ ഉള്ളൂ. ഈടോട് അന്തസ്സായിട്ട് ജീവിക്കട്ടോ, പണിയെടുത്ത് ജീവിക്കട്ടെ. എന്നെ കണ്ടുപിടിക്ക്. സ്വന്തം കാലം നിൽക്കുന്ന ഒരു സ്ത്രീയാണോ ഞാനേ? പിന്നെ ഞങ്ങളൊക്കെ വേറെയുള്ളവന്റെ കാലിലാണ് നിൽക്കുന്നത്. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക, തങ്കമണി ഡ്രൈവിംഗ് സ്കൂള്. അതിന്റെ പ്രൊപ്പറേറ്റർ അതാണ് ഞാന്. ഇവിടെ ഞാൻ ലേഡീസിനെ മാത്രമേ ഡ്രൈവിംഗ് പഠിപ്പിക്കത്തുള്ളൂ, പുരുഷ വിദ്വേഷമായിട്ടല്ല. എന്റെ ഭർത്താവിന് സംശയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ലേഡീസിനെ മാത്രം ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നത്. അറിയാമോ? അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അത് തന്നെയല്ല, എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറെ സിഗ്നൽ ഒക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ 8ന്റെ പുറത്താണ് നിങ്ങളുടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നത്. ഉടനെ അത് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ 16 ഞാൻ നടത്തും. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ മാറ്റാനുള്ള ഇത് സർക്കാർ പ്രോപ്പർട്ടിയാണ്, ഇത് പഞ്ചായത്ത് വക സ്ഥലമാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? നാളെ കുറച്ച് കഞ്ചാവ് കൊണ്ട് നടറോ? എന്താ കഞ്ചാവ് നടുന്നില്ലേ? ഇവിടെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ അങ്ങനെ കൊണ്ട് നടാനൊന്നും പറ്റത്തില്ല. താനൊരു കാര്യം മനസ്സിലാക്കണം. ആ കായലിന്റെ തീരത്ത് ഒരുപാട് സ്ഥലമുണ്ട്. തനിക്ക് അവിടെ പോയി ഇതെന്താ പാടിയാൽ എന്താ? കായലിന്റെ തീരത്തും കരക്കുമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് ചാടി നടന്ന് പാടാനായിട്ടേ ഇത് ഒമിനി വാനാണ്, അല്ല തവളയുടെ എഞ്ചിനല്ല ഇതിൽ പിടിപ്പിച്ചേക്കളെ ചാടി നടക്കാനായിട്ട്. അയ്യോ, ചാടി നടക്കാൻ എന്തായാലും ഇവിടെ ഞാനിത് അനുവദിക്കത്തില്ല. ഞാൻ എന്തായാലും ഒരു യുവാവിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ്, ഞാനത് ചെയ്യും. തനിക്ക് പാട്ട് പാടാൻ അറിയാവോ? പാട്ട് പാടാൻ അറിയാവോ? ഞാന് ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ പാട്ട് പാടും. ആടിന്റെ മാടിന്റെ ശബ്ദത്തിലോ? ആടിന്റെ മാടിന്റെ അല്ല, ആടിന്റെ മാടിന്റെ ശബ്ദത്തിൽ ഞാൻ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ ഞാൻ പാടും. അതൊന്ന് കേൾക്കണമല്ലോ, പാട്ട്. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിലുള്ള പാട്ടാണ് നമ്മുടെ ധനശേഖരണാർത്ഥം പാടുന്നു. എല്ലാവരും നല്ലൊരു പ്രോത്സാഹനം നൽകണേ. പൂക്കൾ, പനിനീർ പൂക്കൾ, ഇളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ? കണ്ണു ഞാൻ രണ്ടാളും ഇതുവഴിയേ ഇവിടെ വരെ. അയ്യോ കൊള്ള, ഇതാന്ന പാട്ട്.
സംഗീതം എന്തുവാന്ന് ആദ്യം പഠിക്കണം. 3 വർഷം സംഗീത കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. എന്റെ മുന്നിലാണോ താൻ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്? എന്തൊരു വൃത്തിയോട്ട സ്വരമാണോ ഇത്? ഇങ്ങനാണോ പാട്ട് പാടുന്നത്? ഇവിടെ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴക്കടലിലേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ ചെന്നാൽ ചിലപ്പോൾ മുത്തും പവിഴും ഒക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷെ 7 ജന്മം തപസ്സിരുന്നാൽ പോലും തനിക്ക് ആ സംഗീതത്തിന്റെ ഒരറ്റത്ത് പോലും എത്താൻ കഴിയില്ലടോ. മഞ്ജുവാരുടെ ഇച്ചിരി കയ്യിന്ന് പോയി. മഞ്ജുവാരുടെ അടിച്ചല്ലേ? ഞാൻ മഞ്ജുവാരെ പിടിച്ചതൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. താൻ പാടിയത് കൊള്ളത്തില്ലായിരുന്നു. കയ്യിന്ന് പോകുമ്പോ ഇതൊക്കെ പറയാല്ല. എന്നിട്ട് തന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ കൂടെ ഉണ്ട്. എന്റെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ഭാര്യ വണങ്ങിപ്പോയി. പിള്ളേരുണ്ട്. പിള്ളേരുണ്ടോ? ആ പിള്ളേരുണ്ട്. ഭാര്യ എന്താ വണങ്ങിപ്പോയെ? സംഗീതം. എന്റെ സംഗീതം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആര് സഹിക്കൂടോ? ആര് സഹിക്കൂ ഇത്? അതെന്താന്ന് വെച്ചാലേ, ഞാൻ രാത്രി 1 മണിക്കൊക്കെ ഇരുന്ന് സാധകം ചെയ്യും. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവളെ ഇറങ്ങിപ്പോയി. ഇവിടെ 1 മണിക്ക് സാധനം ചെയ്താൽ അവർക്ക് ഉറങ്ങണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഇതപ്പോ 1 മണിക്ക് അവർക്ക് ഉറങ്ങണ്ടേ? അല്ല, അപ്പൊ എനിക്ക് ഓഡിയൻസ് ഉണ്ട്. ഞാൻ പാടുന്ന ആരെങ്കിലും കേൾക്കണ്ടേ? അതുകൊണ്ടല്ലേ 1 മണിക്ക് അവളെ വിളിച്ചോ. താൻ സൈക്കോയാണോ? അങ്ങനെ സിംഗർ മാത്രല്ല, താൻ സൈക്കോയും. അല്ല, അങ്ങനെ തോന്നിയ ദിവസം പറയാം. അത് ശരിയല്ല. അറിയപ്പെടുന്ന സിംഗർ നാട്ടിൽ ശരിയല്ല. ഇപ്പൊ സ്ഥലത്ത് ഭാര്യ ഭർത്താവും കൂടെ തല്ലി പിടിക്കണത്. വീട്ടിൽ പോയി കിടങ്ങും. അയ്യോ, നമ്മള് ഭാര്യയും ഭർത്താവുന്ന് പറയട്ടെ. എനിക്കൊരു വിഷയമൊന്നുമില്ല. എനിക്ക് വിഷയമുണ്ട്. എടോ, ഞങ്ങള് ഭാര്യ ഭർത്താവൊന്നും അല്ല. ഓഹോ, കവിതാക്കളാണല്ലേ? എടോ, പറയുന്ന കേട്ടോ, നമ്മള് കവിതാക്കളാന്ന്. എന്തെങ്കിലുമൊക്കെ പറയാം. എനിക്ക് വിഷയം അതൊക്കെ. എടോ, ഞങ്ങള് കവിതാക്കളൊന്നും അല്ല. എന്തെങ്കിലും ആട്ടാ. എന്താ ചേച്ചിയുടെ പ്രശ്നം? എടോ, ഒന്നും പറയണ്ട. എന്റെ 8ന്റെ പുറത്ത് അങ്ങനെ വണ്ടി കൊണ്ടിട്ട്, അതാണ് പ്രശ്നം. താൻ എന്ത് മനുഷ്യനാണോ? ആ ചേച്ചിയുടെ നെറ്റിന്റെ പുറത്താണോ താൻ കൊണ്ട് വണ്ടി? നെറ്റിന്റെ പുറത്തല്ല, ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചറാ. പക്ഷെ ഞാൻ കൊണ്ട് വണ്ടിയിട്ടേക്കണ അവർ 8 മാറ്റിയിടണം. എന്റെ കുഴപ്പമാണോ? 1 തൊട്ട് 7 വരെ ഇല്ലേ? അവിടെ എവിടെയെങ്കിലും കയറ്റിയിടണമായിരുന്നു. 8 തന്നെ കൊണ്ട് ഇട്ടിരുന്ന ഒരു കാര്യം ചെയ്യും. താൻ 2-ൽ കൊണ്ട് ഇടും. മനസ്സിലായി? അവിടെ പാർക്ക് ചെയ്തോ. തിളച്ചു കയറി എങ്ങോട്ട് പോവാ? ഇനി വാ. ഞാൻ പറയട്ടെ. ഞാൻ കേട്ട സെറ്റിംഗ്. പുള്ളിക്കാരൻ വണ്ടി കൊണ്ടുവന്ന് നേരെ 2-ൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. അപ്പം ഓടിച്ചെന്നിട്ട് നെട്ട് 8 വലിച്ചെടുത്തേക്കാം. ഒന്ന് നിർത്താവോ? എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, അതൊന്നും അല്ല ഇവിടെ വിഷയം. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി ഇയാള് മിസ്ബിഹേവ് ചെയ്തു. എന്തോടാ നീ ചെയ്തത്? സ്ത്രീകളോട് നീ എന്തുവാ ചെയ്തെന്ന് എനിക്കറിയാം. ഹലോ, താങ്ക് യു. അടിച്ചോണ്ടിരിക്കുക കറണ്ട്. കാര്യമുള്ള ഇപ്പൊ എന്തോത്തിനാ ഇങ്ങോട്ട് വന്നേ? പഠിക്കാൻ വന്നതാ. അന്ന് ആര് പറഞ്ഞു ഇവിടെ ഡ്രൈവിംഗ് ബാധിച്ചു എന്ന്? 10,000 രൂപ പുളിങ്കുരു പോലെയാണ് ഗൂഗിൾ പേ ചെയ്തെന്ന്. അയ്യോ, അതൊരു അമ്പിളിയെ പഠിപ്പിക്കാനാ, തന്നെ പഠിപ്പിക്കാനല്ല. ആ അമ്പിളിയാണ് ഞാൻ. അമ്പിളിയോ? പേര് അമ്പിളിദാസ് എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് അമ്പിളി. എന്നെ ഒരു പെണ്ണാണല്ലോ വിളിച്ചത്. അതിന്റെ ഭാര്യയാണ്. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കൂ. ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചി വണ്ടിയുടെ ഫ്രണ്ടിരുന്ന് ഓടിച്ചോ, ഞാൻ പുറകിരുന്ന് കണ്ടുപിടിച്ചോളാം. ഇച്ചിരി ഇല്ലാത്ത ഒരു കൂട്ടറിനകത്ത് ഇപ്പം പുറയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പോവാന്ന്. നല്ല പൂതിയാണല്ലോടാ നിനക്ക്. എന്റെ കാശ് കിട്ടണമെങ്കിൽ അത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തരാം. എന്റെ കാശിന് വിലയില്ല. കാശിനൊക്കെ വിലയുണ്ട്, പക്ഷെ ഞാൻ ആണുങ്ങളെ പഠിപ്പിക്കത്തില്ല. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളാം. എനിക്ക് പറ്റത്തില്ലെന്ന്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ഗാനമേള അടുത്ത ജംഗ്ഷനിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പോവല്ലേ. 1 മിനിറ്റ്. നിങ്ങൾക്ക് പൈസ ഇല്ലേ വേണ്ടേ? 1 മിനിറ്റ് ഒന്ന് നിൽക്കി. നിങ്ങൾക്ക് പഠിച്ചാ മതിയോ? എന്നാ ഇവിടെ നിൽക്കി. ചത്തിറ ഉരുളി. ഒന്ന് മുരളി, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടന്റെ പാട്ട് ഞാൻ പല ജംഗ്ഷനിലും കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്റെ പാട്ട്. ചേട്ടനെ പോലെ കഴിവുള്ള വേറെ ഒരാളില്ല. ചേട്ടാ, എനിക്ക് ഒരു സഹായം ചെയ്യൂ കേട്ടാ. ചേട്ടന് ഡ്രൈവിംഗ് ഒക്കെ അറിയത്തില്ലയോ? അല്ല, എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ യോമിനിമാൻ ഓടിച്ചോണ്ട് ഇവിടെ വന്നത്. ഇപ്പൊ ഒരാള് വന്നേക്കുന്ന, അയാൾ വന്ന് പഠിപ്പിക്കും. 5000 രൂപ. ഇല്ല, അത് അതിന്റെ ആവശ്യം എനിക്കില്ല. അതിന്റെ ആവശ്യം ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഞാനല്ല, 3 വർഷം സംഗീത കോളേജിൽ പഠിച്ച ആളാ ഞാൻ. ചേട്ടന് വേണ്ടിയിട്ട് ഈ പിരിവ് ഞാൻ നടത്തും, ഞാൻ പാടും. ചേട്ടൻ അയാളെ ഒന്ന് പഠിപ്പിച്ചാൽ മതി. എനിക്ക് വേണ്ടി പാട്ട് പാടും. സംഗീതം 3 വർഷം പഠിച്ച ആളായതുകൊണ്ട് സമ്മതിക്കണം. അതന്നല്ല, എനിക്ക് ഫീമെയിൽ ഇല്ല പാടാൻ. വല്ലപ്പോഴും ഫ്രീ ആണെങ്കിൽ എന്നോട് വന്നം പരിപാടിക്കൊക്കെ. ഉറപ്പായിട്ട് ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഇന്ന് ഇയാളെ ഒന്ന് പഠിപ്പിക്കണം.
പഠിപ്പിച്ചോളൂ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പാട്ട് പാടണം. പാട്ട് പാടണം. ഞാൻ ആ ശ്രുതിയല്ല. എടാ അവിടെ കയറി ഇതിപ്പോ എന്താ? ഇത് വല്ല അതുണ്ടോ? അത് എന്റെ അതിനകത്ത് കാശുള്ളതാ. അതെ വല്ല സംഭവം ഉണ്ടോ ഇതിൽ? ഞാൻ എങ്ങനെ എന്തെങ്കിലും പറയാം അവിടെ നിൽക്കേ. ഒന്ന് അനൗൺസ്മെന്റ് നമ്മുടെ ഇതാണെന്നുള്ളത് കേട്ടോ. പ്രിയമുള്ളവരെ, ചത്തിയറ മുരളിച്ചേട്ടന്റെ ഒരു വീട് വെച്ച് നൽകുന്നതിനോട് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാനൊരു പാട്ട് പാടി അദ്ദേഹത്തിനെ സഹായിക്കുകയാണ്. അപ്പൊ എല്ലാവരും സംഭാവനകൾ കൂമ്പാരമാക്കുക. ഇത് തുടങ്ങട്ടെ. ബാഹ്യരൂപം സ്വന്തമാക്കി, കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി, ഗായക നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി. എല്ലാം സ്വന്തമാക്കിക്കൊണ്ട് പോയാണോ? കോടി സൂര്യകാന്തിയും വാണിഭത്തിൻ ഇത് വാണിപ്പാണ്, ധനസഹായല്ലേ? അങ്ങനല്ല, വാണിഭത്തിൻ ചരക്ക് നമ്മൾ പാടി നിന്റെ കാൽക്കൽ വീഴും, എന്റെ കാല് തല്ലിയൊടിക്കും. നിന്റെ രാഗപാട്ടിൽ ഞാനും സ്വയമലിഞ്ഞയില്ലാതായടാ. കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാ. സംഗീതം പഠിച്ചിട്ടുണ്ട്. ഹമ്മിങ് വേണ്ട. എന്താ ചെയ്തേ? ഞാനിപ്പോ എന്താ ചെയ്തേ? പ്രിയമുള്ളവരെ, ഞാൻ വീട് വെക്കുന്നില്ല. എന്റെ പദ്ധതി ഞാൻ ഉപേക്ഷിച്ചു. ഈ ഫണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ കൈമാറുകയാണ്. എത്ര വർഷം സംഗീതം പഠിച്ചെന്നാ പറഞ്ഞേ? 3 വർഷം. 3 വർഷമല്ലേ? ഒരു 3 ദിവസമെങ്കിലും ഏതെങ്കിലും സംഗീത അധ്യാപകന്റെ വീടിന്റെ വാതിക്കലെങ്കിലും പോയി ഒന്ന് കേട്ട് പഠിക്കുക. ഇത് പിടിച്ചോ. ഇനി മേലാൽ എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.